കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ സർക്കാർ അപ്പീൽ നൽകണമെന്നും സ്വന്തം നിലയ്ക്ക് നിയമവശങ്ങൾ പരിശോധിച്ച് താൻ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. എന്നാൽ സുപ്രീംകോടതിയെ സമീപിച്ചാൽ അവിടെയും നേരിടുമെന്നാണ് കെ സുധാകരന്റെ പ്രതികരണം. CPIM നേതാവ് ഇ.പി. ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് KPCC അധ്യക്ഷൻ കെ സുധാകരൻ നൽകിയ ഹർജി അംഗീകരിച്ച് ഹൈക്കോടതി കെ സുധാകരനെ കുറ്റവിമുക്തനാക്കി. 1995 ഏപ്രിൽ 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചണ്ഡീഗഡിൽ നിന്നും CPIM പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങവേ ട്രെയിനിൽ വെച്ച് ജയരാജന് നേരെ അക്രമി സംഘം വെടിയുതിർക്കുകയായിരുന്നു. ജയരാജനെ കൊല്ലാൻ മറ്റു പ്രതികൾക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും കൃത്യം നടത്താൻ ഏൽപ്പിച്ചത് സുധാകരനാണെന്നുമായിരുന്നു കുറ്റപത്രത്തിലുള്ളത്. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകണമെന്ന് ഇ.പി. ജയരാജൻ ആവശ്യപ്പെട്ടു. ഇതിനായി സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. കൂടാതെ സ്വന്തം നിലയിലും നിയമവശങ്ങൾ പരിശോധിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്നാൽ കോടതി വിധി CPIM-നേറ്റ തിരിച്ചടിയാണെന്നും സുപ്രീം കോടതിയെ സമീപിച്ചാൽ അവിടെയും നേരിടുമെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എന്നെ ഒരു ക്രിമിനലായി ചിത്രീകരിക്കാൻ ഈ ഒരു കെട്ടുകഥ ഉണ്ടാക്കിയെടുത്ത് എന്നെ വേട്ടയാടിയൊരു പാർട്ടിയാണ് CPM. എന്നാൽ വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. അത് അപ്പീൽ പോകാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തെയൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ വളരെ വ്യക്തമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതി വിധി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.